നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കണ്ണുരുട്ടലിൽ വീഴാതെ ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മെയ് മാസത്തിലെ കണക്കുകൾ പുറത്തുവരുമ്പോൾ വ്യക്തമാകുന്നത് എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ വൈവിധ്യവൽക്കരണം നടപ്പാക്കിയെന്നതാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ സമവായത്തിന്റെ പാത സ്വീകരിക്കണമെന്നും വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചില്ലെങ്കിൽ ഉപരോധം ശക്തിപ്പെടുത്തുമെന്നുമാണ് ട്രംപ് റഷ്യയോട് വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇത്തരം ഭീഷണികൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഈ മാസം ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 40% റഷ്യയിൽ നിന്നാണ്. ഓരോ ദിവസവും 1.95 ദശലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങി. ഏപ്രിലിൽ 1.93 ദശലക്ഷം എണ്ണയായിരുന്നു വാങ്ങിയിരുന്നത്. എവിടെയാണോ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത് അവിടെ നിന്ന് കൂടുതൽ വാങ്ങുക എന്ന നയമാണ് കുറച്ചു കാലമായി ഇന്ത്യ സ്വീകരിക്കുന്നത്. റഷ്യയെ കൂടാതെ ഇറാഖ്, സൗദി അറേബ്യ, UAE, അമേരിക്ക, നൈജീരിയ, ആംഗോള, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്നെല്ലാം മെയ് മാസത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങിയെന്നാണ് ക്ലിപ്പർ രേഖകൾ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആവശ്യമുള്ളതിന്റെ 90% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. വില കുറച്ച് നൽകുന്നത് കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത്. സമാധാന കരാറിൽ എത്താത്തതിനാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ചുമത്തുമെന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപ് പറഞ്ഞിരുന്നു. അതായത് റഷ്യയുടെ എണ്ണ കയറ്റുമതി കൂടുതൽ പ്രതിസന്ധിയിലാക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ടും ഇന്ത്യ ഇറക്കുമതിയിൽ കുറവ് വരുത്തിയിട്ടില്ല. നേരത്തെ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക നടപടിയെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ പല എണ്ണ ശുദ്ധീകരണശാലകളിലും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. എന്നിട്ടും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടില്ല എന്ന് മെയ് മാസത്തിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. മെയ് മാസത്തിൽ ഓരോ ദിവസവും ഇന്ത്യ വാങ്ങിയത് 4.97 ദശലക്ഷം ബാരലാണ്. ഏപ്രിലിൽ 4.85 ദശലക്ഷം ബാരലായിരുന്നു. ജാംനഗർ ശുദ്ധീകരണശാലയിലെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. ഇതോടെയാണ് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങാൻ ഇന്ത്യ തീരുമാനിച്ചത്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇറാഖാണ്. മെയ് മാസത്തിൽ ഇറാഖിൽ നിന്നും ഓരോ ദിവസവും 10.9 ലക്ഷം ബാരൽ എണ്ണയാണ് വാങ്ങിയത്. ഏപ്രിലിൽ ഇത് 8.35 ലക്ഷം ബാരലായിരുന്നു. സൗദിയിൽ നിന്നും ഈ മാസം 5.68 ലക്ഷം ബാരൽ വാങ്ങി. ഏപ്രിലിൽ 5.39 ലക്ഷം ബാരലായിരുന്നു. UAEയിൽ നിന്നും ഈ മാസം വാങ്ങിയത് 4.95 ലക്ഷം ബാരൽ. ഏപ്രിലിൽ 2.68 ലക്ഷമായിരുന്നു. UAEയിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ വൻതോതിൽ കൂട്ടിയിട്ടുണ്ടെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.